സുഹൃത്തുക്കളെ 2025 നമ്മളിൽ നിന്നും ഏകദേശം പൂർത്തിയായി പോവുകയാണ്. ഒരു വർഷം കഴിഞ്ഞു പോയി. 2026 എന്ന വർഷം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സാധനം കൊടുക്കുന്ന സപ്ലൈ കൊടുക്കുന്ന ഒരു കടയിലെ സ്റ്റാഫുമായി ഞാൻ ഡിസ്കസ് ചെയ്തു. അവർ എൻ്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ തന്നെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഇതുവരെ അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നോ എന്നതിനെ പറ്റിയിട്ട് യാതൊരു വിധമായ ഐഡിയ ഇല്ലെന്ന് മാത്രമല്ല, അവർ കേട്ടതൊക്കെയും നെഗറ്റീവാണ്. എന്ന് പറഞ്ഞാൽ പൈസ നഷ്ടം വരുന്ന, കാശ് നഷ്ടം വരുന്ന ഒരു മേഖലയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റും ഇൻവെസ്റ്റ്മെൻറ്റും മ്യൂച്വൽ ഫണ്ട്സും എന്നൊക്കെയാണ് അവർ ഇതുവരെയും കരുതിയിരിക്കുന്നത്. അങ്ങനെ അനേകമായിരം ആളുകൾ ഇപ്പോഴും നമുക്കിടയിൽ അങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെ അത്തരത്തിൽ ഇതിനെ ഒരു നെഗറ്റീവ് ആക്കി മാറ്റുന്നതിൽ പ്രധാനമായിട്ടും ഈ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു നല്ലൊരു പങ്കുണ്ട്. ഇപ്പോൾ സെബിയുടെയൊക്കെ തന്നെ കണക്ക് പ്രകാരം 80-85% ട്രേഡ് ചെയ്യുന്ന ആളുകളും ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ രാവിലെ പൈസ ഇട്ട് വൈകിട്ട് അതിൻ്റെ ലാഭം എടുക്കാൻ വേണ്ടിയൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ തന്നെ 80%-ഓളം പേരും നഷ്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ നഷ്ടം വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാനിത് പറയുന്നത്, നമ്മളൊരു വർഷം തീരാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ യാതൊരു വിധമായ ഇൻവെസ്റ്റ്മെൻറ്റോ സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും യാതൊരു വിധമായ ഇൻവെസ്റ്റ്മെൻറ്റോ സംഗതിയോ സ്റ്റോക്ക് പർച്ചേസിങ്ങോ ഒന്നും നടത്താത്ത ആളുകളെ സംബന്ധിച്ച് പുതിയൊരു വർഷം നമുക്കൊരു തീരുമാനം എടുക്കാം, പുതിയൊരു ഹാബിറ്റ് നമുക്ക് തുടങ്ങാം. എല്ലാം അങ്ങനെയാണല്ലോ, ഒരു പുതിയ വർഷം ഒരു പുതുവത്സരത്തിലാണല്ലോ നമ്മൾ കുറേ ചീത്ത സ്വഭാവങ്ങളെ മാറ്റിയിട്ട് കുറേ നല്ല ഹാബിറ്റിലേക്കൊക്കെ വരാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ഭയപ്പെടേണ്ട ഒരു മേഖലയല്ല എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ ക്യാഷ് നഷ്ടപ്പെടുന്ന ഒരു മേഖലയല്ല എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ക്ലെവറായിട്ട് ബുദ്ധിപരമായിട്ട് പഠിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിനെ പലരും ചിലപ്പോൾ വീഡിയോകൾ കണ്ടിട്ടുള്ള ആളുകളായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോകളിൽ പറയുന്ന സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്ന അതിൻ്റെ ഒരു ഡിസ്ക്ലൈമർ കണ്ടിട്ട് ഭയപ്പെടുന്ന ആളുകളായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് റിസ്ക് എന്ന് പറയുന്നത് ഉണ്ട്, സ്വാഭാവികമാണ്. നമ്മൾ ഗ്രോത്ത് ഉള്ള എല്ലാ മേഖലയിലും റിസ്ക്കും ഉണ്ടാവും. നിങ്ങൾ പിന്നെ നല്ല ഹൈ സാലറി ഉള്ള ജോബിൽ അതിൻ്റെതായ റിസ്ക് ഉണ്ടാവും. ലോ സാലറി ആകുമ്പോഴത്തേക്കിന് റിസ്ക് കുറവായിരിക്കും എന്ന് പറഞ്ഞ മാതിരി തന്നെ ബിസിനസ്സിലും അതുപോലെ തന്നെ ഹൈ റിസ്ക് എടുത്താൽ ഹൈ റിട്ടേൺ, ലോ റിസ്ക് എടുത്താൽ ലോ റിട്ടേൺ എന്നത് മാത്രമാണ്. ഇപ്പോൾ നമ്മളൊരു KSF ചിട്ടിക്ക് ചേർന്നാൽ സേഫാണ്, പക്ഷേ അവിടെ എന്തില്ല, ഗ്രോത്ത് ഇല്ല. നമ്മളെ പൈസ എത്രയാണോ അടയ്ക്കുന്നത് ആ പൈസ മാത്രമാണ് നമുക്ക് തിരിച്ച് നൽകുന്നത്. പിന്നെ ചെറിയ ഇൻട്രസ്റ്റ് എന്തോ കിട്ടും എന്നുള്ളത് മാത്രമാണ് ചിട്ടികൾ കൊണ്ടുള്ള ആകെയുള്ള പ്രയോജനം. നിങ്ങൾ ആ ചിട്ടിക്ക് ചേരുന്ന പൈസ കൃത്യമായി പഠിച്ചൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് തുല്യമായ ഗ്രോത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മളിപ്പോൾ ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി, ചെറിയ പൈസ നമുക്ക് നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നമില്ലാത്തൊരു പൈസയ്ക്ക് തുടങ്ങ്. അതായത് ഒരു 500 രൂപയ്ക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് 500 രൂപയ്ക്ക് 10 സ്റ്റോക്ക് കിട്ടുന്ന സ്റ്റോക്കുകൾ ഉണ്ടാവും, 1 സ്റ്റോക്ക് കിട്ടുന്ന സ്റ്റോക്ക് ഉണ്ടാവും, 2 സ്റ്റോക്ക് കിട്ടുന്ന സ്റ്റോക്ക് ഉണ്ടാവും. അതിൻ്റെ പ്രൈസ് ഒന്ന് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആദ്യം നിങ്ങളൊരു ഡീമാറ്റ് അക്കൗണ്ട് ഇട്. അതിനൊന്നും ഒരു ചിലവില്ലല്ലോ. ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് ധാരാളമുണ്ട്. ഇപ്പോൾ സെറോദ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്പ് സ്റ്റോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, ഗ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ, നിങ്ങളുടെ ഫോണിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്തൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് നോക്കും, ഒരു സ്റ്റോക്ക് ടൈപ്പ് ചെയ്ത്. നമ്മളിപ്പം നിങ്ങൾക്ക് സ്റ്റോക്കൊന്നും പരിചയമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൻ്റെ കമ്പനി, ഇപ്പോൾ ഹീറോ ഹോണ്ട ബൈക്കുള്ള ഒരാളാണെങ്കിൽ ഹീറോ ഹോണ്ട മോട്ടോകോപ്പിൻ്റെ പിന്നെ സ്റ്റോക്ക് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്ക്, അതിൻ്റെ വാല്യൂ നോക്ക്. എന്നിട്ട് അത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഒരു സ്റ്റോക്കൊന്നും വാങ്ങിയെന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. അല്ലെങ്കിൽ ടാറ്റ സ്റ്റീലോ ടാറ്റ മോട്ടോഴ്സോ അല്ലെങ്കിൽ മാരുതി സുസുക്കിയുടെ സ്റ്റോക്കോ, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും എനർജി സ്റ്റോക്കോ, അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും സ്റ്റോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരെണ്ണം വാങ്ങിച്ചിട്ടിട്ട് അടുത്ത പിന്നെ ഒരു വർഷം വരെ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ നോക്ക്, അല്ലെങ്കിൽ അടുത്ത മാസം വീണ്ടും അതിനകത്തൊരു ചെറിയൊരു എമൗണ്ട് ഇട്. നിങ്ങൾക്ക് പിന്നെ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ പോയാൽ, ഇപ്പോൾ ലോട്ടറി എടുത്ത് കളയുന്ന എത്ര ആളുകളുണ്ട്. നിങ്ങൾ ആ ലോട്ടറി എടുക്കുന്ന ഒരു പൈസ നിങ്ങളൊരു 100 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് എല്ലാ ആഴ്ചയിലും 100 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് എന്തായാലും നിങ്ങൾ കളയാൻ വെച്ചേക്കുന്ന പൈസ അല്ലേ.
അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മളെ ബാധിക്കാത്ത പൈസയിൽ നിന്ന് നിങ്ങൾ തുടങ്ങുക, അങ്ങനെ നോക്ക്. അപ്പോൾ അങ്ങനെ ഒരു വർഷം നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. 2027 എത്തുമ്പോൾ നിങ്ങളെ പോർട്ട്ഫോളിയോ നിങ്ങൾ നോക്കുമ്പോൾ തെറ്റല്ലാത്തൊരു സംഖ്യ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ വിജയം എന്ന് ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ അടുത്ത വർഷം 2027 എത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ മാസം 500 ഇടുന്ന ആൾക്ക് അത് 2000 രൂപയാക്കി മാറ്റാൻ തോന്നും. കാരണം അതിൽ പൈസ നഷ്ടം വരില്ല എന്നുള്ളത് ഷുവറാണ്. കാരണം നമ്മൾ ചൂതാട്ടം കളിക്കാതിരുന്നാൽ, നമ്മൾ വാങ്ങി വെക്കുന്ന സ്റ്റോക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ വിറ്റൊഴിവാക്കണമെന്നുള്ള ടെൻഡൻസി ഇല്ലാതിരുന്നാൽ, അത് ലാഭത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ള സ്റ്റോക്ക് ആണെങ്കിൽ അതിന് കാത്തിരിക്കാൻ തയ്യാറാണ് എങ്കിൽ നമുക്കതിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, യാതൊരു വിധമായ സംശയവുമില്ല. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക് ഫണ്ടമെൻ്റലി നല്ലതാണെങ്കിൽ, നല്ല കമ്പനി ആണെങ്കിൽ, ഇപ്പോൾ റിലയൻസ് പോലെ, ടാറ്റ പോലെ, മാരുതി പോലെ, നമുക്കറിയാമല്ലോ അതൊന്നും പെട്ടെന്നൊന്നും ഒരു കമ്പനി ഒരിക്കലും നശിക്കില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ പെട്ടെന്നൊന്നും അങ്ങനെ തകർന്നു പോകുന്ന കമ്പനികളൊന്നും അല്ലല്ലോ. ആ കമ്പനികളുടെ സ്റ്റോക്ക് വാങ്ങി വെക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. നിങ്ങൾ ഈ ചിട്ടിക്ക് ചേരുന്ന പൈസ ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ കമ്പനി വളരുന്നതിൻ്റെ തോതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ലാഭം കൂടിക്കൊണ്ടേയിരിക്കും. അതിലെന്താണ് തെറ്റ്? ഏതെങ്കിലും നല്ലൊരു കമ്പനി സെലക്ട് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കമ്പനിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ വളർച്ചാ നിരക്ക് കൂടുതലായിരിക്കും. അത് എത്രത്തോളം വളരുന്നോ അതനുസരിച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടുന്ന മൂല്യവും വർദ്ധിക്കും. നിങ്ങളൊരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു പക്ഷേ അത് 2027 5000 ആവാം, ചിലപ്പോൾ 10000 ആവാം, ചിലപ്പോൾ അത് 1500 ആവാം. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ വളർച്ചയെ ഡിപ്പെൻഡ് ചെയ്ത് ആ പൈസയ്ക്ക് മൂല്യവർധന ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പുതുവർഷത്തിൽ അടുത്തൊരു വർഷം തുടങ്ങുമ്പോൾ നമുക്കൊരു പുതിയ ഹാബിറ്റ്, നമ്മളൊരു മോശം ഹാബിറ്റിനെ ഒഴിവാക്കിയിട്ട് ഒരു പുതിയ ഹാബിറ്റ് തുടങ്ങാമെന്നൊരു ദൃഢപ്രതിജ്ഞ എല്ലാവരും ചെയ്യും. അപ്പോൾ ആ രൂപത്തിൽ നമ്മളുടെ എല്ലാ വെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും, വെൽത്തിനെ ക്രിയേറ്റ് ചെയ്യാനും, വെൽത്തിനെ ഗ്രോ ചെയ്യാനും നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.